കാലാവധി പൂർത്തിയാക്കിയിട്ടും നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ടൗൺ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപകരുടെ സമരം. വയോധികരും കൈക്കുഞ്ഞുങ്ങളുമായി നൂറുകണക്കിന് നിക്ഷേപകരാണ് ബാങ്കിൽ പ്രതിഷേധവുമായി എത്തിയത്. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ITU ബാങ്കിന്റെ വിവിധ ശാഖകളിലായി നിക്ഷേപമോ സാമ്പത്തിക ഇടപാടുകളോ നടത്തി കാലാവധി പൂർത്തിയാക്കിയിട്ടും പണം ലഭിക്കാത്ത നിക്ഷേപകരാണ് ബാങ്കിൽ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചത്. നിക്ഷേപകരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിനായി മൈക്കനുമതി പോലീസിൽ നിന്നും വാങ്ങിയിരുന്നുവെങ്കിലും അവസാന നിമിഷം പോലീസ് എത്തി ഇത് നിഷേധിച്ചു. ബാങ്കിന് മുന്നിൽ സംഘടിച്ചാൽ ഭാരവാഹികൾക്കെതിരെ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രതിഷേധ യോഗം ബാങ്കിന് മുകളിലെ ഹാളിലേക്ക് മാറ്റി. വിഷയം മുഖ്യമന്ത്രി VD സതീശന് മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കാനും മറ്റുമായി അടുത്ത ദിവസം മുഖ്യമന്ത്രിയെ കാണുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളതായും സംഘാടകർ അറിയിച്ചു. അവകാശങ്ങൾ നേടിയെടുക്കാനും നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുമാണ് നിക്ഷേപകരുടെ ഒത്തുകൂടൽ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വായ്പ അനുവദിക്കുന്നതിലെ ഗുരുതര ക്രമക്കേടുകളാണ് ബാങ്ക് പ്രതിസന്ധിയിലാകാൻ പ്രധാന കാരണമെന്ന് നിക്ഷേപകർ ആരോപിച്ചു. വായ്പാ ഇനത്തിൽ 370 കോടിയോളം രൂപയും നിഷ്ക്രിയാസ്തികളിലായി 353 കോടിയുടെ ബാധ്യതയുമാണ് ബാങ്കിനുള്ളത്. നിലവിൽ റിസർവ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ്. കഴിഞ്ഞയാഴ്ച ബാങ്ക് ഹെഡ് ഓഫീസിലെത്തിയ നിക്ഷേപകരോട് നിഷ്ക്രിയ ആസ്തികൾ വിറ്റാൽ മാത്രമേ പണം തിരികെ തരാനാകൂ എന്നാണ് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കിയാൽ മാത്രമേ നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കൂ എന്നും ബാങ്കിനെ മറ്റൊരു ദേശസാൽകൃത ബാങ്കുമായി യോജിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായ ബിബിൻ ജോണി, ലിയോ പി ആൻഡോ, പ്രിൻസ് മാത്യു ചക്കാലക്കൽ, മുരളി ചാലക്കുടി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.